ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഒരു സിലബസിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 100 ക്വസ്റ്റ്യൻസ് ആണ്. കണ്ടിട്ടുള്ളതായിരിക്കും. തൊഴിൽ വീതിക്കകത്തുനിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ 100 ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കിയിരിക്കണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ബാലിസ്റ്റിക് മിസൈൽ. ആൻസർ പൃഥ്വി. സെക്കൻഡ് വൺ, ശ്വസനവാതകങ്ങൾ ശരീരത്തിന് അകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ശരീരഭാഗം. ആൻസർ നാസാദ്വാരം. ശ്വസനവാതകങ്ങൾ ശരീരത്തിന് അകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ശരീരഭാഗമാണ് നാസാദ്വാരം. തേർഡ് വൺ, ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞനിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ആൻസർ ടാർട്രാസിൻ. ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞനിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർട്രാസിൻ. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഉപഗ്രഹം. ആൻസർ എജ്യൂസാറ്റ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഉപഗ്രഹമാണ് എജ്യൂസാറ്റ്. ബ്രൗൺ എനർജി എന്നത് ഏത് വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ്? ആൻസർ ആണവ നിലയം. ബ്രൗൺ എനർജി എന്നത് ആണവ നിലയം എന്ന വിഭാഗത്തിൽ വരുന്ന ഊർജ സ്രോതസ്സാണ്. നെക്സ്റ്റ് വൺ, ISROയ്ക്ക് കീഴിൽ പുതുതായി തുടങ്ങിയ വാണിജ്യ സ്ഥാപനം. ആൻസർ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ISROയ്ക്ക് കീഴിൽ പുതുതായി തുടങ്ങിയ വാണിജ്യ സ്ഥാപനമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ആൻസർ ബാംഗ്ലൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂരാണ്. കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ആൻസർ ഗുജറാത്ത്. ജൈവ വസ്തുക്കൾ അഴുകുമ്പോഴും ജൈവ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോഴും ഉണ്ടാകുന്ന വാതകം. ആൻസർ മീഥെയിൻ. ജൈവ വസ്തുക്കൾ അഴുകുമ്പോഴും ജൈവ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോഴും ഉണ്ടാകുന്ന വാതകമാണ് മീഥെയിൻ. ജപ്പാനിലെ ഫുകുഷിമയിലേതിന് സമാനമായ റിയാക്ടറുകളുള്ള ഇന്ത്യയിലെ ആണവ നിലയം. ആൻസർ താരാപൂർ. ജപ്പാനിലെ ഫുകുഷിമയിലേതിന് സമാനമായ റിയാക്ടറുകളുള്ള ഇന്ത്യയിലെ ആണവ നിലയമാണ് താരാപൂർ. നെക്സ്റ്റ് വൺ, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ജൈവമണ്ഡലം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം. ഫൈറ്റാമെനാഡിയോൺ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ. ആൻസർ വിറ്റാമിൻ കെ. ഫൈറ്റാമെനാഡിയോൺ എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. ആൻസർ അസറ്റിക് ആസിഡ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡ്. ഏതു രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ് CNSA? ആൻസർ ചൈന. CNSA എന്നത് ചൈനയിലെ ബഹിരാകാശ ഏജൻസിയാണ്. കീലസന്ധിക്ക് ഉദാഹരണം. ആൻസർ കഴുത്ത്. കീലസന്ധിക്ക് ഉദാഹരണമാണ് കഴുത്ത്. ശരീരത്തിലെ ആയുധപ്പുര എന്നറിയപ്പെടുന്ന അവയവം. ആൻസർ പ്ലീഹ. ശരീരത്തിലെ ആയുധപ്പുര എന്നറിയപ്പെടുന്ന അവയവമാണ് പ്ലീഹ. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന നാഡീകോശഭാഗം. ആൻസർ ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന നാഡീകോശ ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങളിൽ പെടാത്തത് ഏത്? അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം. ഫ്രിയോൺ, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഫ്രിയോൺ, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. ആൻസർ നൈട്രജൻ. ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ആംസ്റ്റർഡാം. ഗ്രീൻ പീസിൻ്റെ ആസ്ഥാനം ആംസ്റ്റർഡാം. രാജാ രാമണ്ണ സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി എവിടെയാണ്? ആൻസർ ഇൻഡോർ. രാജാ രാമണ്ണ സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ഇൻഡോറിലാണ്. നെക്സ്റ്റ് വൺ, മേദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ പരിസ്ഥിതി. മേദിനി പുരസ്കാരം എന്നത് പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ്. ആൻസർ രാംദിയോ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവാണ് രാംദിയോ മിശ്ര. കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്.
ആൻസർ സ്റ്റിയറിക് ആസിഡ്. കൊഴുപ്പിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് സ്റ്റിയറിക് ആസിഡ്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 ലാൻഡറിൻ്റെ പേരെന്ത്? ആൻസർ വിക്രം. ചന്ദ്രയാൻ 2 ലാൻഡറിൻ്റെ പേരാണ് വിക്രം. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം? ആൻസർ കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി? ആൻസർ ഓസ്മോസിസ്. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓസ്മോസിസ്. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്ന പേശി ഏത്? ആൻസർ രേഖാങ്കിത പേശി. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന പേശിയാണ് രേഖാങ്കിത പേശി. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഡെറാഡൂൺ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ് ഡെറാഡൂൺ. പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ സുശ്രുതൻ. പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുശ്രുതൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയം? ആൻസർ വിന്ധ്യാചൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ താപവൈദ്യുത നിലയമാണ് വിന്ധ്യാചൽ. നെക്സ്റ്റ് വൺ, പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിയമിച്ച വിദഗ്ധ സമിതി? ആൻസർ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിയമിച്ച സമിതിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പിതാവ് APJ അബ്ദുൽ കലാം. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത്? ആൻസർ റയോൺ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് റയോൺ. പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത്? ആൻസർ മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കാണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാഴ്ച പരിമിതർക്കായിട്ടുള്ള പുനരധിവാസ കേന്ദ്രം? ആൻസർ പുനർജ്യോതി. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കാഴ്ച പരിമിതർക്കായിട്ടുള്ള പുനരധിവാസ കേന്ദ്രമാണ് പുനർജ്യോതി. ശരീരം മെലിയാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന രോഗം? ആൻസർ അനോറെക്സിയ. ശ്വാസകോശവും ഔരാസയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നത്? ആൻസർ പ്ലൂറ ദ്രവം. ശ്വാസകോശവും ഔരാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നത് പ്ലൂറ ദ്രവം ഉള്ളതുകൊണ്ടാണ്. നെക്സ്റ്റ് വൺ, അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ കുറയ്ക്കാൻ രാജ്യാന്തര തലത്തിൽ നിലവിൽ വന്ന കരാർ ഏത്? ആൻസർ ക്യോട്ടോ പ്രോട്ടോക്കോൾ. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ കുറയ്ക്കാൻ രാജ്യാന്തര തലത്തിൽ നിലവിൽ വന്ന കരാറാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ? വിറ്റാമിൻ C ആൻഡ് B. ചെടികളുടെ വളർച്ച മനസ്സിലാക്കാൻ ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ആൻസർ JC ബോസ്. ചെടികളുടെ വളർച്ച മനസ്സിലാക്കാൻ ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് JC ബോസ്. അറബിക്കടലിനു സമാന്തരമായുള്ള പർവ്വതം? ആൻസർ പശ്ചിമഘട്ടം. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന്? ആൻസർ ജൂൺ 5. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതാണ് ജൂൺ 5. പ്രകൃതിദത്ത പോളിമറിന് ഉദാഹരണം ഏത്? ആൻസർ റയോൺ. പ്രകൃതിദത്ത പോളിമറിന് ഒരു ഉദാഹരണമാണ് റയോൺ. ഇന്ത്യയുടെ സൗര ദൗത്യമേത്? ആൻസർ ആദിത്യ. ഇന്ത്യയുടെ സൗര ദൗത്യത്തിൻ്റെ പേരാണ് ആദിത്യ. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ആൻസർ ചെറുകുടൽ. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്. വൃക്കകളിലെ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്ന ഭാഗം? ആൻസർ ശേഖരണനാളി. വൃക്കകളിലെ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്ന ഭാഗമാണ് ശേഖരണനാളി. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് 2016 ലോകരാജ്യങ്ങൾക്കിടയിൽ നിലവിൽ വന്ന ഉടമ്പടി? ആൻസർ പാരീസ് ഉടമ്പടി. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് 2016 ലോകരാജ്യങ്ങൾക്കിടയിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. ആഗോള താപനം മൂലം വംശനാശം സംഭവിച്ച ആദ്യ ജീവി? ആൻസർ സ്വർണ്ണത്തവള.
ആഗോളതാപനം മൂലം വംശനാശം സംഭവിച്ച ആദ്യ ജീവിയാണ് സ്വർണ്ണത്തവള. കൃത്രിമ മധുരം നൽകുന്നവയിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഓപ്ഷൻസ് പറയാം: സാക്കറിൻ, അസ്പാർട്ടൈം, സൂക്രോസ്, നിയോട്ടീൻ. ആൻസറാണ് സൂക്രോസ്. കൃത്രിമ മധുരം നൽകുന്നവയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ആൻസറാണ് സൂക്രോസ്. ഇന്ത്യയുടെ ആദ്യത്തെ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എവിടെ? ആൻസർ ലക്ഷദ്വീപ്. പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം. ആൻസർ 6. ജെറിയാട്രിക്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വാർദ്ധക്യ രോഗം. ജെറിയാട്രിക്സ് വാർദ്ധക്യ രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗരുഡ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പോർവിമാനം. ആൻസർ മിഗ് 25. ഗരുഡ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പോർവിമാനമാണ് മിഗ് 25. എഥനോളിൽ മെഥനോൾ ചേർത്താൽ ലഭിക്കുന്ന ഉൽപ്പന്നം. ആൻസർ മെഥിലേറ്റഡ് സ്പിരിറ്റ്. എഥനോളിൽ മെഥനോൾ ചേർത്താൽ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് മെഥിലേറ്റഡ് സ്പിരിറ്റ്. ആഹാരത്തിലടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയ. ആൻസർ ദഹനം. സന്ധികളിലെ അണുബാധ ഏത് രോഗത്തിന് കാരണമാകുന്നു? ആൻസർ സന്ധിവാതം. രാജ്യാന്തര പ്രകൃതി സംരക്ഷണ സംഘടന ഏത്? ഓപ്ഷൻസ് വായിക്കാം: OPCW, OPEC, IUCN, യുണിസെഫ്. ആൻസർ IUCN. രാജ്യാന്തര പ്രകൃതി സംരക്ഷണ സംഘടനയാണ് IUCN. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നിലവിൽ വന്ന വർഷം. ആൻസർ 1974. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നിലവിൽ വന്ന വർഷമാണ് 1974. ചുവടെ തന്നിരിക്കുന്നവയിൽ പേശികളുടെ സങ്കോചത്തിന് അത്യാവശ്യമായ ധാതു. ഓപ്ഷൻസ് വായിക്കാം: കാൽസ്യം, ഇരുമ്പ്, സോഡിയം, സിങ്ക്. ആൻസർ കാൽസ്യം. പേശികളുടെ സങ്കോചത്തിന് അത്യാവശ്യമായ ധാതുവാണ് കാൽസ്യം. ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടി ഇന്ത്യ വികസിപ്പിക്കുന്ന റോബോട്ട്. ആൻസർ വ്യോമമിത്ര. ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടി ഇന്ത്യ വികസിപ്പിക്കുന്ന റോബോട്ടാണ് വ്യോമമിത്ര. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം. ആൻസർ പാലക്കാട് ചുരം. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം. 1963. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം 1963. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം. ആൻസർ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകൾ. ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും നല്ല താപചാലകം ഏത്? ഓപ്ഷൻസ് വായിക്കാം: മെർക്കുറി, ഗ്രാഫൈറ്റ്, എബണൈറ്റ്, സിൽവർ. ആൻസർ സിൽവർ. ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡ്. ആൻസർ ലാക്റ്റിക് ആസിഡ്. നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ശരീരഭാഗം. ആൻസർ കരൾ. വിമാനത്തിൽ നിന്ന് വിമാനത്തിലേക്ക് തൊടുക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ മിസൈൽ. ആൻസർ അസ്ത്ര. വിമാനത്തിൽ നിന്ന് വിമാനത്തിലേക്ക് തൊടുക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ മിസൈലാണ് അസ്ത്ര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ നിന്ന് പിൻവാങ്ങിയ രാജ്യം. ഓപ്ഷൻസ് വായിക്കാം: അയർലൻഡ്, കാനഡ, സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ. ആൻസറാണ് കാനഡ. ക്യോട്ടോ പ്രോട്ടോക്കോളിൽ നിന്ന് പിൻവാങ്ങിയ രാജ്യമാണ് കാനഡ. പാലിൽ ഏറ്റവും കുറച്ച് അടങ്ങിയിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം: കാൽസ്യം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വിറ്റാമിൻ സി. ആൻസർ വിറ്റാമിൻ സി. വിറ്റാമിൻ സി ആണ് പാലിൽ ഏറ്റവും കുറച്ച് അടങ്ങിയിട്ടുള്ളത്. ഇന്ത്യയിലെ വൈദ്യുതിയുടെ പ്രധാന സ്രോതസ്സ്. ആൻസർ താപവൈദ്യുതി. ഇന്ത്യയിലെ വൈദ്യുതിയുടെ പ്രധാന സ്രോതസ്സാണ് താപവൈദ്യുതി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആൻസർ ആനമുടി. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ചാന്ദിപൂർ ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഒഡീഷ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. ഓപ്ഷൻസ് വായിക്കാം: സൗരോർജം, ജലശക്തി, പ്രകൃതിവാതകം, ജൈവപിണ്ഡം. ആൻസറാണ് പ്രകൃതിവാതകം. പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്. നെക്സ്റ്റ് വൺ: ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില. ആൻസർ 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്.
ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏവ? ആൻസർ ഉളിപ്പല്ല്. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഉളിപ്പല്ല്. എന്നാൽ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ല്. രണ്ടുകൂടെ തെറ്റിപ്പോയരുത്. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ലും കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലും. നെക്സ്റ്റ് വൺ, രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ആൻസർ ഗ്ലോബുലിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. താഴെ തന്നിരിക്കുന്നവയിൽ മാൻ വേഴ്സസ് വൈൽഡ് എന്ന പ്രോഗ്രാം നടന്നത് ഏതു ദേശീയോദ്യാനത്തിലാണ്? അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം. ജിം കോർബറ്റ്, സരിസ്ക, നന്ദൻകാനൻ, തഡോബ. ആൻസറാണ് ജിം കോർബറ്റ്. മാൻ വേഴ്സസ് വൈൽഡ് എന്ന പ്രോഗ്രാം നടന്നത് ജിം കോർബറ്റിലാണ്. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ആൻസർ 1972. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് 1972. ഏതിൻ്റെ സംരക്ഷണത്തിനാണ് ലോബയാൻ പ്രസ്ഥാനം രൂപം കൊണ്ടത്? ആൻസർ മരങ്ങൾ. ലോബയാൻ പ്രസ്ഥാനം രൂപം കൊണ്ടത് മരങ്ങളുടെ സംരക്ഷണത്തിനാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് വായിക്കാം. വേലിയോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, സൗരോർജം, കൽക്കരി. ആൻസർ കൽക്കരി. പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നത് എത്ര കിലോമീറ്റർ? ആൻസർ 1600 കിലോമീറ്റർ. DRDOയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസറാണ് ന്യൂഡൽഹി. DRDOയുടെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. ചന്ദ്രയാൻ 2ന് ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം? ആൻസർ റഷ്യ. ചന്ദ്രയാൻ 2ന് ഇന്ത്യയുമായി സഹകരിച്ച രാജ്യമാണ് റഷ്യ. കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത്? ആൻസർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല? ആൻസർ ടെൻഡനുകൾ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡനുകൾ. ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ മ്യൂസിയം നിലവിൽ വരുന്നത്? ആൻസർ ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ മ്യൂസിയം നിലവിൽ വരുന്നത് ഹൈദരാബാദിലാണ്. വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗം അറിയപ്പെടുന്നത്? ആൻസർ കോർട്ടെക്സ്. വൃക്കയുടെ ഇളം നിറമുള്ള ബാഹ്യഭാഗം അറിയപ്പെടുന്നത് കോർട്ടെക്സ് എന്നാണ്. ചിപ്കോ പ്രസ്ഥാനം നിലവിൽ വന്ന സംസ്ഥാനം? ആൻസർ ഉത്തർപ്രദേശ്. ചിപ്കോ പ്രസ്ഥാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. COVID-19 പ്രത്യാഘാതങ്ങളിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പാക്കേജ്? ആൻസർ ആത്മനിർഭർ ഭാരത് അഭിയാൻ. COVID-19 പ്രത്യാഘാതങ്ങളിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പാക്കേജാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ. ഗെയ്സറിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനം? ആൻസർ ജിയോ തെർമൽ പദ്ധതി. ഗെയ്സറിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനമാണ് ജിയോ തെർമൽ പദ്ധതി. പശ്ചിമഘട്ടത്തിന് യുനെസ്കോ പൈതൃക പദവി ലഭിച്ച വർഷം? ആൻസർ 2012. പശ്ചിമഘട്ടത്തിന് യുനെസ്കോ പൈതൃക പദവി ലഭിച്ച വർഷമാണ് 2012. ഏതു രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത്? ആൻസർ റഷ്യ. ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് റഷ്യയുടെ സഹായത്തോടെയാണ്. ചന്ദ്രയാൻ 1 പദ്ധതിക്കായി ഇന്ത്യ ഉപയോഗിച്ച ബഹിരാകാശ വാഹനം? ആൻസർ PSLV-C11. ചന്ദ്രയാൻ 1 പദ്ധതിക്കായി ഇന്ത്യ ഉപയോഗിച്ച ബഹിരാകാശ വാഹനമാണ് PSLV-C11. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കാനും താഴ്ന്ന താപനില ലഭിക്കാനുമായി ചേർക്കുന്നത്? ആൻസർ അമോണിയം ക്ലോറൈഡ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കാനും താഴ്ന്ന താപനില ലഭിക്കാനുമായിട്ട് ചേർക്കുന്നതാണ് അമോണിയം ക്ലോറൈഡ്. ഗ്രേറ്റ തുൻബർഗ് ഏതു രാജ്യത്തെ പരിസ്ഥിതി പ്രവർത്തകയാണ്? ആൻസർ സ്വീഡൻ. സ്വീഡനിലെ പരിസ്ഥിതി പ്രവർത്തകയാണ് ഗ്രേറ്റ തുൻബർഗ്. സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവ് അറിയപ്പെടുന്നത്? ആൻസർ ടൈഡൽ വോളിയം. സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവ് അറിയപ്പെടുന്നതാണ് ടൈഡൽ വോളിയം. ISROയുടെ പുതിയ ടെക്നിക്കൽ ലൈസൻസ് യൂണിറ്റ് സ്ഥാപിതമായത് എവിടെ? ആൻസർ മോസ്കോ. നവധാന്യ പ്രസ്ഥാനത്തിനു നേതൃത്വം നൽകിയതാര്? ആൻസർ
വന്ദന ശിവ. നവധാന്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വന്ദന ശിവ. ഇന്ത്യൻ ആർമിയുടെ കൊറോണ പ്രതിരോധ പ്രചാരണ പദ്ധതി. ആൻസർ ഓപ്പറേഷൻ നമസ്തേ. ഇന്ത്യൻ ആർമിയുടെ കൊറോണ പ്രതിരോധ പ്രചാരണ പദ്ധതിയാണ് ഓപ്പറേഷൻ നമസ്തേ. ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ഗ്രാമം. ആൻസർ ധരണേ. ഇന്ത്യയിലെ ആദ്യ സൗരോർജ്ജ ഗ്രാമമാണ് ധരണേ. അപ്പോൾ ഇത്രയും 100 സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്.